പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്കൊരു നിമിഷമൊന്ന് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകാം. നമ്മൾ നുണയുമായിട്ടുള്ള മേഖലയിൽ നാവിലൂടെ വരുന്ന വലിയൊരു തിന്മ, ഹൃദയത്തിൽ നിന്നും നാവിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന വലിയൊരു തിന്മയാണ് നുണ. ഈ നുണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ, നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ്. നമുക്ക് കാണുവാൻ സാധിക്കും അനനിയാസും സഫീറായും എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളെ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ യഥാർത്ഥത്തിൽ വ്യാജം പറയുക എന്ന് പറഞ്ഞാൽ നുണ പറയുക. ഇവിടെ നുണ പറഞ്ഞത് പത്രോസിനോടാണ്. സഭയെ നയിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ അപ്പസ്തോലൻ, കർത്താവിൻ്റെ വികാരിയായ അപ്പസ്തോലനായ പത്രോസ്. എല്ലാവരും അവരുടെ സമ്പത്തൊക്കെ കൊണ്ടുവന്ന് വിറ്റത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി അപ്പസ്തോലന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അനനിയാസും സഫീറായും അവരുടെ വസ്തുവക വിറ്റ് സമ്പത്തുണ്ടാക്കി. അതിൽ കുറേ മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയാണ് കൊണ്ടുവന്ന് സമർപ്പിച്ചത്. ഈ സമയത്ത് പത്രോസ് ചോദിക്കുന്നുണ്ട്, ഈ പറമ്പ് വിറ്റ പണം ഈ തുകയ്ക്ക് തന്നെയാണോ? ഇവിടെ കൊണ്ടുവന്ന് കാഴ്ചയായി സമർപ്പിച്ച ഈ തുകയ്ക്ക് തന്നെയാണോ ഈ പറമ്പ് വിറ്റത്? അവൻ പറഞ്ഞു, അതെ. എന്നാൽ ആ തുകയ്ക്കെല്ലാം വ്യത്യസ്തമായത്, വിറ്റ് കിട്ടിയ പണത്തിൽ കുറേ മാറ്റിവെച്ചതിന്, ഭാര്യയുടെ അറിവോടുകൂടി മാറ്റിവെച്ചതിന് ശേഷമാണ് ഈ പണം കൊണ്ടുപോയി കാഴ്ചയായി സമർപ്പിക്കുന്നത്. ഇത് ദൈവത്തിനറിയാം, അനനിയാസിനും അറിയാം, പണം എണ്ണിക്കൊടുത്തു വിട്ട സഫീറായിക്കും അറിയാം കുറേ വീട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അനനിയാസ് പറയുകയാണ്, ഈ കൊണ്ടുവന്ന് കാഴ്ചയായി സമർപ്പിച്ച ഈ തുകയ്ക്ക് തന്നെയാണ് പറമ്പ് വിറ്റത്. പ്രിയ സഹോദരങ്ങളെ, അപ്പോഴാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്, പത്രോസ്ലിഹ ക്രിസ്തുവിൻ്റെ വികാരി തന്നെയാകുന്ന അപ്പസ്തോലനായ പത്രോസ് പറയുകയാണ്, നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ്. ഇന്ന് തിരുസഭ മക്കളെ പലപ്പോഴും മാമോദിസ എന്ന കൂദാശയുടെ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി വസിക്കുന്ന ഓരോ മക്കളോടും കള്ളം പറയുമ്പോൾ, വ്യാജം പറയുമ്പോൾ, യഥാർത്ഥത്തിൽ അത് ദൈവത്തോട് തന്നെയല്ലേ പറഞ്ഞത് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവിടെ പത്രോസ് എന്ന ഒരു പച്ച മനുഷ്യനാണ്, എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അപ്പസ്തോലനാണ്. ദൈവം നേരിട്ടല്ല ഈ സംഭവങ്ങൾക്ക് എല്ലാം ദൃക്സാക്ഷിയായി കർത്താവ് അവിടെയുണ്ട്, ശരിയാണ്. ദൈവം നേരിട്ട് തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അപ്പസ്തോലൻ. ഇതുപോലെ മാമോദിസ എന്ന കൂദാശയിലൂടെ ദൈവം വിളിച്ച് വേർതിരിച്ച് പരിശുദ്ധാത്മാവിനെ നൽകി പരിശുദ്ധ ത്രിത്വത്താൽ എൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ ഭവനത്തിലെ അംഗമായി മാറ്റപ്പെട്ട ഓരോ വ്യക്തികളും പരസ്പരം വ്യാജം പറയുമ്പോൾ, സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, കാര്യസാധ്യതയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ വഴിതെറ്റിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും കള്ളം പറഞ്ഞപ്പോൾ, വ്യാജം പറഞ്ഞപ്പോൾ, അത് ദൈവത്തോട് തന്നെയല്ലേ പറഞ്ഞത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതായത് പലപ്പോഴും തിന്മയായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ലെ പാപകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാപമല്ല എന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക പൈശാചികമായ വലിയൊരു പ്രവൃത്തി കൂടിയാണത്. അതൊന്നും പാപമല്ല കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. കുറച്ച് മദ്യം കഴിച്ചു എന്നും കരുതി കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവരുടെ വസ്തുവക, അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ തൂക്കം നടത്തി നമ്മൾ കച്ചവടം നടത്തുമ്പോൾ കുറേ സാമ്പത്തികമായ മേഖലയൊക്കെ അടിച്ചു മാറ്റി എന്ന് കരുതി അതിനകത്ത് തന്നെ തെറ്റിരിക്കുന്നേ. കൈക്കൂലി മേടിക്കുന്നു, എല്ലാവരും മേടിക്കുന്നുമല്ലേ, നമുക്ക് പൈസ ആവശ്യമല്ലേ.
അത് വേണ്ടി വന്നാലൊന്ന് കുമ്പസാരിച്ചാൽ അങ്ങ് തീർന്നു പോകില്ലേ? ഇങ്ങനെയൊക്കെ പറയുകയും പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല എന്ന ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകട്ടെ. ഇവിടെ പറയുകയാണ്, നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ്. എന്ത് സംഭവിച്ചു? അനനിയാസ് ആ നിമിഷം തന്നെ അവൻ്റെ മരണം സംഭവിക്കുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. കുറേ കഴിഞ്ഞതിന് ശേഷം അനനിയാസിൻ്റെ ഭാര്യ സഫീറ വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് സഫീറായോടും ചോദിച്ചതും ഇതുതന്നെയാണ്. അവളും പറഞ്ഞു, ആ ഭർത്താവ് പറഞ്ഞ അതേ കള്ളം തന്നെ. ഉടനെ പത്രോസ് പറയുന്നൊരു വചനമുണ്ട്, നിന്റെ ഭർത്താവിനെ സംസ്കരിക്കാൻ കൊണ്ടുപോയവരുടെ കാലച്ച വാതുക്കൾ കേൾക്കുന്നുണ്ട്, അവരും നിന്നെ കൊണ്ടുപോയിക്കോളും. എന്താണ് സംഭവിച്ചതെന്ന് വിശുദ്ധ ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം. ആ നിമിഷം അവളും അവിടെ വീണ് മരിച്ചു. പ്രിയ സഹോദരങ്ങളെ, വ്യാജം പറഞ്ഞ് കള്ളം പറഞ്ഞ് മാറ്റിവെച്ച ഈ സമ്പത്ത് അവർക്ക് അനുഭവിക്കുവാൻ പറ്റിയില്ല. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാജം പറഞ്ഞ് മനുഷ്യനെ ചൂഷണം ചെയ്ത് അനീതി പ്രവർത്തിച്ച് പണം സമ്പാദിച്ചു വെച്ചേക്കുന്ന പല വ്യക്തികൾക്കും അത് അനുഭവിക്കാൻ പറ്റാതെ കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത് സമൂഹത്തിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണമേ. കുടുംബത്തിലും കൂട്ടായ്മയിലുമൊക്കെ വ്യാജം പറയുമ്പോൾ അത് മനുഷ്യരോടല്ല ദൈവത്തോടാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഇന്നലകളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം വ്യാജം പറഞ്ഞത്, നുണ പറഞ്ഞ അനേകം സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത്തരത്തിലുള്ള തിന്മകൾക്ക് അടിമകളായി ഞങ്ങൾ കഴിയുന്നു. നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസ്ലീഹായോട് പറഞ്ഞത് ഇന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും അങ്ങയുടെ സത്യം പ്രഘോഷിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.